പ്രസിഡന്റ് ട്രംപും എലോൺ മസ്കും അടയും ചക്കരയും പോലെയാണെന്നാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത്. എന്തെങ്കിലും ഒരിക്കൽ അവർ പിണങ്ങുമെന്ന് പലരും കരുതിയിരുന്നു. എങ്കിലും ഇത്ര പെട്ടെന്ന് ഇത് സംഭവിക്കുമെന്ന് ആരും കരുതിയതല്ല. കഴിഞ്ഞ ആഴ്ചയാണ് പിന്നെ മസ്ക് വൈറ്റ് ഹൗസ് ഡ്യൂട്ടിയെല്ലാം അവസാനിപ്പിച്ച് ഇനി 130 ദിവസത്തെ വൈറ്റ് ഹൗസ് DOGയുടെ തലവനായിട്ടുള്ള ആ പരിപാടിയെല്ലാം നിർത്തി ബിസിനസ്സിലേക്ക് മടങ്ങുന്നത്. കാരണം ബിസിനസ് രംഗത്ത് അവിടെ സ്റ്റോക്കിലെല്ലാം ടെസ്ലയുടെ എല്ലാം വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, മൂല്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ടെസ്ലയ്ക്കെതിരെ പലയിടത്തും ശക്തമായ എതിർപ്പുകൾ വരുന്നു. യൂറോപ്യൻ യൂണിയനിലൊക്കെ അതിൻ്റെ വിൽപ്പന കുറഞ്ഞു. അമേരിക്കയിൽ തന്നെ ഷോറൂമുകളൊക്കെ ആക്രമിക്കുന്ന സ്ഥിതി വന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിയിലാണ് മസ്ക് മടങ്ങിക്കളയാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അന്ന് നല്ല വാക്കുകളൊക്കെ പറഞ്ഞതാണ് പ്രസിഡന്റ്. ഇതുപോലെ മഹാനായ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല, ഇത്രയും വലിയൊരു ബിസിനസ്സുകാരനെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ മസ്ക് ആവട്ടെ ഈ ട്രംപുമായിട്ടുള്ള ബന്ധം ആജീവനാന്തം തുടരും, ഈ നല്ല ബന്ധങ്ങൾ തുടരും, ആ ഉപദേഷ്ടാവായിട്ട് തുടരും, സുഹൃത്തായി തുടരും എന്നെല്ലാം പറഞ്ഞാണ് പോയത്. പിന്നെ ഒരാഴ്ചക്കുള്ളിൽ ഇത്ര പിന്നെ വ്യത്യാസം വന്നത്, ഇത്ര പിണക്കം വരാൻ മാത്രമുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ രണ്ട് താല്പര്യങ്ങൾ നമുക്കറിയാം. മസ്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യമുണ്ട്. അവിടെ ഈ പിന്നെ ട്രംപിൻ്റെ നിലപാടുകൾ പലതും മസ്കിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾക്കെതിരാണ്. പ്രധാനമായിട്ടും ഈ EV കാറുകൾ, ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്, അതിനോട് ട്രംപിന് അനുഭാവമില്ല. അതിന് കൊടുത്തിരിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ കാർ വാങ്ങുമ്പം $7,500 നമുക്ക് സബ്സിഡി കിട്ടിയിരുന്നു. അതെല്ലാം നിർത്തലാക്കി. എന്ന് മാത്രമല്ല ഈ കാലിഫോർണിയയിലും മറ്റും ഈ 2035 ആകുമ്പോഴത്തേക്ക് ഇലക്ട്രിക്കൽ വാഹനം മാത്രമേ പാടുള്ളൂ എന്നുള്ള നിയമം ഉണ്ടായിരുന്നു. അതിനെതിരെ തുരങ്കം വെച്ചുകൊണ്ട് ട്രംപ് നിലപാടെടുത്തു. അങ്ങനെ ഈ ഇലക്ട്രിക്കൽ വെഹിക്കിളിന് എതിരായിട്ടുള്ളൊരു നിലപാടെടുത്തു. പിന്നെ സാധാരണ വെഹിക്കിൾസ് മതി. അതിനു പുറമേ ഈ ടെസ്ലയല്ല മറ്റ് കമ്പനികൾക്കും ഇതുപോലെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഉണ്ടാക്കാനും പിന്നെ ടെസ്ലയുമായിട്ട് മത്സരിക്കുവാനുമുള്ള അവസരവും പിന്നെ ട്രംപിൻ്റെ നിലപാടുകളിൽ വന്നു, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബജറ്റിൽ. അപ്പോൾ ഇതെല്ലാം മസ്കിനെ ദേഷ്യപ്പെടുത്തിയെന്നാണ് കരുതേണ്ടിയിരിക്കുന്നത്. പക്ഷേ എന്നാലും മസ്ക് അങ്ങനെ പിണങ്ങിപ്പോകാമോ? കാരണം അമേരിക്കൻ ഗവൺമെൻറ്, അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ചാൽ ഒരു ബിസിനസ് സാമ്രാജ്യത്തിന് എന്തെല്ലാം ദോഷങ്ങൾ ചെയ്യാൻ കഴിയും. ഇപ്പം തന്നെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന സബ്സിഡികളും അതുപോലെ തന്നെ പിന്നെ സ്പേസ് എക്സിനും ഒക്കെ കൊടുത്തിരിക്കുന്ന കരാറുകളും ഒക്കെ റദ്ദാക്കി കളയുമെന്ന്. അതെല്ലാം റദ്ദാക്കി കളഞ്ഞാൽ പിന്നെ മസ്ക് എന്തോ ചെയ്യും? ഈ സ്പേസ് എക്സിനൊക്കെയുള്ള കരാറുകൾ സർക്കാരാണ് കൊടുക്കേണ്ടത്. അതിനുള്ള പ്രധാനപ്പെട്ട വരുമാനവും പിന്നെ സർക്കാരിൽ നിന്നാണ് വരുന്നതും വരേണ്ടതും. അപ്പോൾ അതെല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ സ്പേസ് എക്സ് ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും? അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ പിന്നെ മസ്ക് ഈ പിണക്കമുണ്ടാക്കിയതെന്നാണ് നമുക്ക് മനസ്സിലാവാത്ത കാര്യം. ഇപ്പോൾ ട്രംപിനെതിരെ ഇപ്പം മസ്ക് പല ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. വ്യക്തിപരമായ ആരോപണങ്ങൾ വരെയുണ്ട്. അതിൽ എപ്സ്റ്റൈൻ്റെ കാലത്ത് ഈ പിഡോഫൈലായിരുന്ന എപ്സ്റ്റൈൻ, അദ്ദേഹം പിന്നെ അറസ്റ്റിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ പിന്നെ ജയിലിൽ തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങേർക്ക് സ്വന്തമായിട്ടൊരു ഐലൻഡുണ്ട് കരീബിയനിൽ. ആ ഐലൻഡിൽ ചെറിയ പെൺകുട്ടികളെയും എല്ലാം കൊണ്ടുപോയി അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണത്. അപ്പോൾ അവിടെ പ്രമുഖരായ വ്യക്തികളെല്ലാം തന്നെ പോയിട്ടുണ്ട്. മുൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൺ, പിന്നെ ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരൻ, ഇങ്ങനെ ഒരുപാട് പേര്. പക്ഷേ ട്രംപ് പോയിട്ടില്ല. എങ്ങനെയായാലും എപ്സ്റ്റൈൻ്റെ ഫയലിൽ പിന്നെ ട്രംപിൻ്റെ പേരും ഉണ്ടെന്നാണ് മസ്ക് പറയുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ മാത്രമുള്ള ഒരു വൈരാഗ്യം എങ്ങനെ ഉടലെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രംപ് 78-79 വയസ്സുള്ള ഒരാളാണ്, വൃദ്ധനാണ്. നേരെ മറിച്ച് മസ്ക് 53-54 വയസ്സുള്ള ഒരാളാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രായവ്യത്യാസം പോലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയായാലും ബിസിനസ് താല്പര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവർ തമ്മിലങ്ങ് പിണങ്ങി. ഇനി ഇതിൻ്റെ ദോഷം വരുന്നത് ആർക്കാണ്? തീർച്ചയായിട്ടും ടെസ്ലയ്ക്കും മസ്കിനും തന്നെയാണ് ദോഷം വരുന്നത്. സർക്കാരിൻ്റെ കരാറുകളെല്ലാം റദ്ദാക്കുക, പിന്നെ സബ്സിഡികളെല്ലാം നിർത്തലാക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യം പോക്കായത് തന്നെ. അതിനു പുറമെ ടെസ്ലയുടെ സ്റ്റോക്കുകൾ അതിൻ്റെ വില കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ദോഷം മസ്കിനാണ്. എന്നിട്ടും പിന്നെ മസ്ക് ഇത്രയും വലിയ റിസ്ക് എടുത്തത് എന്നാണ് മനസ്സിലാവാത്തത്. അപ്പോൾ ഈയിടയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. മസ്ക് വലിയ തോതിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അത് ലീഗലായിട്ടാണ് ഇങ്ങനെയുള്ള ഹെറോയിനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് ഡോക്ടർമാരുടെ ഉപദേശത്തിൽ. പക്ഷെ എങ്ങനെയായാലും അത് ട്രംപ് മസ്ക് പിന്നീട് നിഷേധിക്കുകയുണ്ടായി.
അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. അപ്പം എങ്ങോട്ട് വേണേലും ഏത് രീതിയിലും സ്വഭാവം എങ്ങോട്ട് വേണേലും മാറാം. ഇങ്ങനെയുള്ള ഈ ജീനിയസ് ആയിട്ടുള്ള ആളുകൾ, അവരെ നമുക്ക് പിടിച്ചു വെക്കാനാവില്ല. അവരെ എപ്പോൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം പിന്നെ മസ്കിൻ്റെ കാര്യത്തിലും അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ സംഭവിച്ചത്. ഉറ്റ സുഹൃത്തിന് ഇത്രയും ദിവസത്തെ ആ സൗഹൃദത്തിന്, കാരണം ഏതാണ്ട് $275 മില്യൺ ഈ ട്രംപിൻ്റെ ഇലക്ഷന് വേണ്ടി പിന്നെ മസ്ക് ചെലവഴിച്ചു. അതുകൊണ്ടാണ് മസ്ക് പറഞ്ഞത് സച്ച് ഇൻഗ്രാറ്റിറ്റ്യൂഡ്, എത്ര ദയനീയമായിട്ടുള്ള നന്ദികേടാണെന്ന്. അതായത് പിന്നെ ഇയാൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അത് ഭയങ്കരമായ നന്ദികേടാണ് എന്നുള്ള രീതിയിലാണ് അങ്ങേര് പിന്നെ എക്സിൽ എഴുതിയത്. എന്തായാലും ഈ പടലമിണക്കം അത് പിന്നെ ട്രംപിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു പ്രഹരമായിട്ട് നമുക്ക് കണക്കാക്കാം. സുപ്രീം കോടതിയും ഡെമോക്രാറ്റുകളും ഒക്കെ പിന്നെ പറഞ്ഞിട്ടും ശ്രമിച്ചിട്ടും ഒന്നും ട്രംപിൻ്റെ ഇമേജിന് ഒരു കോട്ടവും സംഭവിച്ചിരുന്നില്ല. പക്ഷേ ഇത് ട്രംപിനെ കുറച്ചൊരു ഇമേജിന് ഒരു കോട്ടമുണ്ടാക്കി. പക്ഷേ അതുകൊണ്ട് പാർട്ടിയിൽ എന്തെങ്കിലും ദോഷം വരുമെന്ന് കരുതുന്നില്ല. അതുപോലെ തന്നെ ഈ ബില്ല് സെനറ്റിൽ പാസ്സാക്കുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കരുതുന്നില്ല. 1-2 സെനറ്റർമാർ മാറി ചെയ്താൽ കൂടി ബില്ല് പാസ്സാവും. അപ്പം പിന്നെ ബില്ല് നടപ്പാക്കുകയും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ.